ദ ഇൻവൈറ്റ് കണ്ടു. ആകെ 4 കഥാപാത്രങ്ങൾ. അത് നടക്കുന്നതാണെങ്കിൽ ഒരൊറ്റ അപ്പാർട്ട്മെന്റിലും. സോ ഈ ലിമിറ്റഡ് സ്പേസ് വെച്ചിട്ട് ഇത്രയും കഥാപാത്രങ്ങൾ മാത്രമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമ ഒരുക്കുക എന്നുള്ള കാര്യം, ആ ഒരു അറ്റംപ്റ്റിനെ അഭിനന്ദിക്കുക തന്നെ വേണം. അതും ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ പലർക്കും ഓക്വേർഡ് ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സൗഹൃദ സംഭാഷണമാണ് ഈ പടം എന്ന് വേണമെങ്കിലും പറയാം. അതാണെങ്കിൽ ഒട്ടും മുഷിപ്പിക്കാതെ വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത് പടം സ്ട്രിക്ട്ലി 18+ ആണെന്നുള്ളതാണ്. പടത്തിന്റെ ആ ഒരു പ്രമേയം, ഒപ്പം ഇതിലെ സംഭാഷണങ്ങൾ, ചില രംഗങ്ങൾ ഒക്കെയും പ്രായപൂർത്തിയായവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ്, സെക്സ്, ബന്ധങ്ങൾക്കുണ്ടാകുന്ന വിള്ളലുകൾ, അതെങ്ങനെ തിരിച്ചൊട്ടിച്ചെടുക്കാൻ തുടങ്ങിയ പല സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വളരെ കോമഡി കലർത്തി ഈ പടത്തിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാറ്റിലും ഉപരി ഇതൊരു A24 പടമാണ്. സോ ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കുമല്ലോ. ഗംഭീര പെർഫോമൻസുകളാണ് പടത്തിന്റെ മെയിൻ പോസിറ്റീവുകളിൽ ഒന്ന്. പടത്തിന്റെ സംവിധായിക കൂടിയായ ഒലീവിയ വൈൽഡ് ആണ് ഇതിലെ ഹോസ്റ്റ് അല്ലെങ്കിൽ ആ ഏഞ്ചല എന്ന നായിക കഥാപാത്രമായിട്ട് വരുന്നത്. കിടിലം പെർഫോമൻസ് ആണ്. ഹസ്ബൻഡ് ജോ ആയിട്ട് വരുന്നത് സെയ്ദ് റോഗനാണ്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന പ്രകടനമായിരുന്നു. പിന്നെ ഇതിൽ അതിഥികളായ കപ്പിളിലെ പീന എന്ന ആ ഒരു സ്പാനിഷ് നായിക കഥാപാത്രമായിട്ട് വരുന്നത് പെനിലോപ്പി ക്രൂസ് ആണ്. പിന്നെ നമ്മുടെ എഡ്വേർഡ് നോർട്ടൺ, പുള്ളിയാണ് ഹോക്ക് അല്ലെങ്കിൽ പെനിലോപ്പി ക്രൂസിന്റെ പേരായിട്ട് വരുന്നത്. ഇവർ 4 പേരും കൂടിയുള്ള മത്സരിച്ചുള്ള പെർഫോമൻസ് ആണ് ഈ പടത്തിലുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ടെക്നിക്കലി നീറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. സംസാരിക്കുന്ന പ്രമേയം കൊണ്ട് ചിത്രം എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല എന്ന് പറയാം. പടം നിങ്ങൾക്ക് തിയേറ്ററുകളിൽ ഇപ്പോൾ കാണാം. റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എന്ന് വെച്ച് ഇവർ ഈ പടത്തിൽ പറയുന്നതെല്ലാം അല്ലെങ്കിൽ കാണിക്കുന്നതെല്ലാം പരീക്ഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. വെറുതെ കുടുംബകലഹം ഉണ്ടാക്കുമെന്ന് പറയരുത്.